ഇന്നത്തെ നമ്മുടെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ആണ് അല്ലെ. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പലർക്കും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി തുടങ്ങിയ ക്ലാസ്സുകളാണിത്. ഇപ്പൊ 3 നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് നമുക്കിപ്പോ ഒന്ന് എന്ത് ചെയ്താം, ഒന്ന് തിരിഞ്ഞു നോക്കാം അല്ലെ, ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് ഷീ സ്ലെപ്റ്റ്, ഇത് ഏത് ടെൻസ് ആണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്? നിങ്ങൾ ബുക്കും പേനയൊക്കെ എടുത്തല്ലോ. അത് ആദ്യമേ ചെയ്യണം കേട്ടോ. ഷീ സ്ലെപ്റ്റ് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നോ? അല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇത് അല്ലെ. കാരണം എന്താണ്, ഇവിടെ സബ്ജക്റ്റ് ആണ് ഇത് വന്നത്. സ്ലെപ്റ്റ് എന്നുള്ളത് വേർബ് രണ്ടാമത്തെ ഫോം ആണ്. അപ്പൊ ഇനി ഷീ ഡിഡ് സ്ലീപ്പ്, ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഡിഡ് ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ സ്ലീപ്പ് ഉപയോഗിച്ചു. ഈ സെന്റൻസും ഈ സെന്റൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല അല്ലേ. ഇതിനൊരു ഉറപ്പ് കൂടുതൽ ഉണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ഷീ സ്ലെപ്റ്റ് എന്നും പറയാം, ഷീ ഡിഡ് സ്ലീപ്പ് എന്നും പറയാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മൾ 2 ക്ലാസ്സുകളിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളെ മൊത്തം നിങ്ങൾ എന്നോടൊന്ന് പറയണം. അപ്പൊ ഞാനത് ഇവിടെ എഴുതാം, നിങ്ങളത് നോക്കുക, നോക്കിയിട്ട് പറയുക. അപ്പോ നിങ്ങൾ നോക്കുക, നമ്മൾ ഇത്രയും ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നില്ല, അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു, ഇപ്പോൾ അവൾ അവരുടെ കൂടെ കടയിൽ പോകുവാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും പറയേണ്ടി വരുന്ന ഒരു സെന്റൻസ് ആണ്. ഇത് എങ്ങനെ നമുക്ക് എഴുതാം? നിങ്ങൾ നിങ്ങളുടെ വേഗം നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതൂ. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുകയാണ്. നമുക്കിത് എങ്ങനെ എഴുതാം? ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് നമുക്ക് ആദ്യം എഴുതണം അല്ലെ. നമ്മൾ ഷോർട്ട് സെന്റൻസിൽ എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിരുന്നു, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാം. ഞാൻ അവിടെ ചെന്നപ്പോൾ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഭാഗം. ചെന്നു അപ്പോൾ അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ്, ചെന്നപ്പോൾ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. ചെന്നപ്പോൾ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ചെന്നു അപ്പോൾ എങ്ങനെയാ നമ്മൾ എഴുതിയത്? ചെന്നു ഒരു ദിറ്റു അപ്പോൾ, ചെന്നു പ്ലസ് അപ്പോൾ. അപ്പൊ ഈ ചെന്നു എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? V1 ആണോ? അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. V2 ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പൊ നമുക്കിനി എഴുതാം. എങ്ങനെ എഴുതണം? ഞാൻ അവിടെ ചെന്നപ്പോൾ, അപ്പോൾ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? വെൻ വേണം. ഇനി ആരാണ് അവിടെ ചെല്ലുക എന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്നത്? ഞാനാണ്. ആയി. ചെല്ലുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റീച്ച്ഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ വെന്റ് എന്ന് എഴുതിയവരുണ്ടാവും, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഐ റീച്ച്ഡ് എവിടെയാണ്? ദെയർ, അവിടെ. അപ്പോ വെൻ ഐ റീച്ച്ഡ് ദർ, ഞാൻ അവിടെ ചെന്നപ്പോൾ. ഇത്രയും ഭാഗം നമ്മൾ എഴുതി. എങ്ങനെ എഴുതി? അപ്പോൾ എന്ന് പറയാൻ വെൻ എഴുതി, നമ്മൾ ഇങ്ങനെ ചെന്നു എന്നിങ്ങനെ കൊടുത്ത് എഴുതിയപ്പം റീച്ച്ഡ് എന്ന് നമുക്ക് കിട്ടി. ഞാൻ ഐ എന്ന് എഴുതി, അവിടെ ദെയർ എന്ന് എഴുതി. ഇനി അവൾ ഉറങ്ങുവായിരുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് എഴുതിക്കോളൂ. എഴുതിയോ? എങ്ങനെ നിങ്ങൾ എഴുതിയേ? ഷീ ഈസ് നോട്ട് സ്ലീപ്പിംഗ്. അങ്ങനല്ല, ഷീ വാസ് നോട്ട്. കാരണം എന്താണ്? ഉറങ്ങു ആയിരുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഒന്ന് കേട്ടു നോക്കുക. വാസ് നോട്ട് സ്ലീപ്പിംഗ്, വാസ് നോട്ട് സ്ലീപ്പിംഗ്. ഇനി അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. വേഗം എഴുതിക്കോ നിങ്ങൾ. ഷീ ഈസ് സ്പീക്കിംഗ് ഓൺ ദ ഫോൺ. അങ്ങനെയാണോ എഴുതിയത് നിങ്ങൾ? അല്ലല്ലേ, സംസാരിക്കുകയായിരുന്നു എന്നാണ് വേണ്ടത്. അപ്പോ ഷീ വാസ് സ്പീക്കിംഗ്. ചിലവർ ടോക്കിംഗ് എഴുതിയവര് കാണും, സ്പീക്കിംഗ് ഓൺ ദ ഫോൺ ആണ്. ഫോണിനകത്ത്, ഫോണിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ദ ഫോൺ, ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ നൗ, അവൾ അവരുടെ കൂടെ കടയിൽ പോകുവാണ്. അവൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്? കടയിൽ പോകുവാണ്. എങ്ങനെ എഴുതും?
ഷീ വാസ് ഗോയിങ് അല്ലല്ലേ, ഷീ ഈസ് ഗോയിങ്, അവൾ പോകുവാണ്. എങ്ങോട്ട്? ടു ദ ഷോപ്പ്, ഷോപ്പിലോട്ട്. ആരുടെ കൂടെ? അവരെന്ന് പറയാൻ ദം, അവരുടെ. ദം. ടു ദ ഷോപ്പ്, കൂടെ, വിത്ത് ദം. അവരുടെ കൂടെ, കൂടെ എന്ന് പറയാൻ നമ്മൾ വിത്ത് കൊടുത്തു. നമ്മൾ പ്രിപ്പോസിഷന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളത് പ്രിപ്പോസിഷൻ കേട്ടു നോക്കൂ കേട്ടോ. വിത്ത് എന്ന് പറയാൻ കൂടെ, അവരുടെ ദം, വിത്ത് ദം, അവരുടെ കൂടെ കടയിൽ പോകുവാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയത്? വെൻ ഐ റീച്ച്ഡ് there, she was not sleeping, she wasn't sleeping, she was speaking on the phone, now she is going to the shop with them. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് ഇതേ നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതിയത് നോക്കി നിങ്ങളൊന്ന് പറയൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ പറയൂ, നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയൂ. ഞാൻ മലയാളം പറയും, നിങ്ങൾ ഇംഗ്ലീഷ് പറയൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ, when I reached there, അവൾ ഉറങ്ങുവായിരുന്നില്ല, she was sleeping. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു, as on the phone. ഇപ്പോൾ അവൾ കടയിലോട്ട് പോകുവാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഒന്നും കൂടെ നിങ്ങൾ പറയൂ. വെനായി നമുക്ക് എഴുതാൻ പഠിക്കുക എന്നുള്ളതും ഒരു കാര്യം, സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ സംസാരിക്കണം. പറയൂ. വെനായി റീച്ച്ഡ് ദ, ഷി വാസ് നോട്ട്. വാസ് നോട്ടിന് നമുക്ക് എങ്ങനെ സംസാരിക്കാം? വാസിൻ സ്ലീപ്പിംഗ്, ഷി വാസ് സ്പീക്കിംഗ് ഓൺ ദ ഫോൺ ടു ദ ഷോപ്പ് വിത്ത് ദം. നിങ്ങൾ എൻ്റെ ഒപ്പം പറഞ്ഞല്ലോ. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതിൽ എന്തായിരിക്കും? നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുമായിരുന്നു എന്നാണ് നമുക്ക് ചോദ്യം വരിക, അല്ലെ? എങ്ങനെയാണ് ചോദ്യം വരിക? നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ മറുപടി പറഞ്ഞത് when I reached there. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ മറുപടി പറഞ്ഞ? when I reached there sleeping, now എന്നാണ് നമ്മൾ മറുപടി പറഞ്ഞത്, അല്ലെ? അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുമായിരുന്നു. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നീ അവിടെ ചെന്നപ്പോൾ അവള് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നിങ്ങൾ ഒന്നും കൂടെ പറയൂ. റീച്ച്ഡ് there, she wasn't sleeping, she was speaking on the phone. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനി എങ്ങനെ എഴുതാം? നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുമായിരുന്നു നിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഭാഗം ആദ്യം എഴുതണമെന്ന്. അവൾ എന്തെടുക്കുമായിരുന്നു. നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുമായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മുടെ WH ക്വസ്റ്റ്യൻസ് കുറേ ഇല്ലേ? വാട്ട്, വിച്ച്, വെന്, ഹൗ എന്നൊക്കെയുള്ള കുറേ ഇല്ലേ? അപ്പോ ഇതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? അവൾ എന്നൊരു ക്വസ്റ്റ്യൻ അല്ല, എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്തുണ്ട്, അല്ലെ? അവൾ എന്തെടുക്കുകയായിരുന്നു. എന്ത് എന്ന് പറയാൻ നമുക്ക് എന്താണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത്? വാട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. വാട്ട്. ഇനി എന്തെന്നേ ആയിട്ടുള്ളൂ, ആയിരുന്നു. വാട്ട് വെയർന്ന് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് അവളാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? വാട്ട് വാസ്. വാട്ട് വാസ്. ഇനി എന്ത് വേണം? സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? ഷീ. വാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേർബ് എങ്ങനെയാണ്? ING ഫോമിലാണ്. അപ്പൊ വാസ് വാസ് ഷീ. വാട്ട് വാസ് ഷീ. എന്തെടുക്കുമായിരുന്നു, അല്ലെ? ഒരു പ്രവൃത്തി ചോദിക്കണം. അപ്പൊ ഡു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ഡൂയിങ് എന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴാണ്? നീ അവിടെ ചെന്നപ്പോൾ. ചെന്നപ്പോൾ നമുക്ക് when, നീ, you reached, അവിടെ, there. കണ്ടോ? വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റത്തില്ലേ? വളരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എന്താണ് നമ്മൾ എഴുതുന്നത്? അവൾ എന്തെടുക്കുമായിരുന്നു. ഇതിനകത്തെ ക്വസ്റ്റ്യൻ വന്നത് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പൊ നമ്മൾ വാട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാട്ട്, വിച്ച്, വെൻ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്സിലറി വേണം. അപ്പൊ ഓക്സിലറി ഇവിടുത്തെ ആയിരുന്നു എന്ന് പറയാനുള്ള ഓക്സിലറിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് അവളാണ്. അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ അവൾക്ക് വേണ്ടി വാസ് ഉപയോഗിച്ചു. പിന്നെ അവൾ, ഷീ, സബ്ജക്റ്റ് കൊടുത്തു. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ഇത് ഓക്സിലറി ആണ്, ഇത് സബ്ജക്റ്റ് ആണ്, ഇത്
വേർബ് ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ ഏത് സ്ട്രക്ചറിലാണ് വന്നത്? ക്വസ്റ്റ്യൻ, ഓക്സിലറി, സബ്ജക്റ്റ്, വേർബ്, ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. എങ്ങനെ വന്നു? ക്വസ്റ്റ്യൻ, ഓക്സിലറി, നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചോളൂ. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞ് ഓക്സിലറി, അഗൈൻ സബ്ജക്റ്റ്, ആഫ്റ്റർ ദാറ്റ് വേർബ് വന്നു. പിന്നെ നമ്മൾ ചോദിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ. അപ്പൊ ചെന്നു പ്ലസ് അപ്പോൾ വെൻ യു, നീയാണ് അവിടെ ചെന്നത്, റീച്ച്ഡ് ദയർ, നീ അവിടെ ചെന്നപ്പോൾ അവള് എന്തെടുക്കുകയായിരുന്നു. അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിക്കൂ, നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുമായിരുന്നു. എങ്ങനെ ചോദിക്കണം? വാട്ട് വാസ് ഷീ ഡൂയിങ്? ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ. വെൻ യു റീച്ച്ഡ് ദർ. അഗെയിൻ, വാട്ട് വാസ് ഷീ ഡൂയിങ് വെൻ യു റീച്ച്ഡ് ദർ? നിങ്ങൾ ഒന്നുകൂടെ പറയൂ, നീ അവിടെ ചെന്നപ്പോൾ അവൾ എന്തെടുക്കുകയായിരുന്നു. എങ്ങനെ ചോദിക്കാം? വാട്ട് വാസ് ഷീ ഡൂയിങ് വെൻ യു റീച്ച്ഡ് ദർ? അവള് എന്തെടുക്കുകയായിരുന്നു. അപ്പൊ നിങ്ങളുടെ ആൻസർ പറയൂ. ഞാൻ അവിടെ എത്തിയപ്പോൾ, വെൻ ഐ റീച്ച്ഡ് ദർ, അവൾ പഠിക്കുമായിരുന്നു എന്ന് എങ്ങനെ പറയും? വെൻ ഐ റീച്ച്ഡ് ദർ ഷീ വാസ് സ്റ്റഡിങ്. പഠിക്കുമായിരുന്നു, അവള് പഠിക്കുമായിരുന്നു. വെൻ ഐ റീച്ച്ഡ് ദർ ഷീ വാസ് സ്റ്റഡിങ്. അവള് പഠിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇത് നിങ്ങളിങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, പറഞ്ഞ് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എഴുതി വാട്ട് വാസ് ഷീ ഡൂയിങ് വെൻ യു റീച്ച്ഡ് ദർ? ആൻസർ ഈസ് വെൻ ഐ റീച്ച്ഡ് ദർ ഷീ വാസിന്റ് സ്ലീപ്പിംഗ്, ഷീ വാസ് സ്പീക്കിംഗ് ഓൺ ദ ഫോൺ. ഫോണില് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഇനി ഒരു സെന്റൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ പറ്റുമെന്നും പറയാൻ പറ്റുമെന്നും കൂടെ ഒന്ന് നോക്കുക. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ടീച്ചർ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ പഠിക്കുമായിരുന്നോ? കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടീച്ചർ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ പഠിക്കുമായിരുന്നോ? നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബുക്കിലോട്ടൊന്ന് എഴുതൂ. നിങ്ങളുടെ മനസ്സിൽ വന്നത് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് എഴുതൂ. എഴുതിയില്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം, ശരിയാണോ നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ നിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്നാണോ നമുക്കിവിടെ ആദ്യം എഴുതേണ്ടത്? അല്ലല്ലോ. ഏതാദ്യം എഴുതേണ്ടത്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഭാഗം വേണം എഴുതാൻ. നീ പഠിക്കുമായിരുന്നു എന്ന് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് ആദ്യം എന്തെഴുതണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അതായത് വാട്ടെന്നോ, വിച്ചെന്നോ, വേറെന്നോ, ഹൗ എന്നോ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇതിനകത്തുണ്ടോ എന്ന് നിങ്ങൾ പറയൂ. നീ പഠിക്കുമായിരുന്നോ? ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഓക്സിലറി വേണമെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇനി ഓക്സിലറി ഉണ്ടോ നിങ്ങൾ നോക്കൂ. ആയിരുന്നു എന്നുള്ള ഓക്സിലറി ഉണ്ട് അല്ലെ. ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? വാസും വേറും ആദ്യം പറയണം. അപ്പൊ ഇവിടെ വാസാണോ വേറാണോ വേണ്ടത്? ഇവിടെ യു, നീയാണ് വന്നിരിക്കുന്നത് അല്ലെ. യുവിന്റെ കൂടെ നമുക്ക് വേണ്ടത് വാസല്ല വേറാണ് വേണ്ടത്. മനസ്സിലായല്ലോ? പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ വേറ് കൊടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്സിലറി കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ വേറ് കൊടുത്തു. ഇവിടുത്തെ സബ്ജക്റ്റ് നീയാണ്, വേർ യു. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വേർബ് കൊടുക്കണമെന്ന്. നമുക്ക് വേർ യു സ്റ്റഡി. ഇങ്ങനെ എഴുതിയവരൊക്കെ ഒന്നും കൂടെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കേൾക്കണം. സ്റ്റഡിയിങ്, വേർ യു സ്റ്റഡിയിങ്, നീ പഠിക്കുമായിരുന്നോ അല്ലെ. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക. വേർ യു സ്റ്റഡിയിങ്, വേറാണ് ഉപയോഗിച്ചത്, ing വേണം. വേർ യു സ്റ്റഡിയിങ്. എപ്പോഴാണ്? ടീച്ചർ നിന്റെ വീട്ടിൽ വന്നപ്പോൾ. അപ്പൊ ഈ വന്നപ്പോൾ നമുക്ക് ഏത് ടെൻസ് ആണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? വന്നപ്പോളിനെ എങ്ങനെ എഴുതണം? വന്നു പ്ലസ് അപ്പോൾ. അപ്പോൾ വന്നു പ്ലസ് അപ്പോൾ. നമ്മൾ ഈ ആദ്യം അപ്പോളിനെ ഇങ്ങോട്ട് എഴുതി. ഇനി വന്നു എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ V2 ആണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് വേണം? വെൻ സബ്ജക്റ്റ് വേണം. വെൻ ടീച്ചർ, സബ്ജക്റ്റ് എഴുതണേ. ടീച്ചർ വന്നു, കേം. ടീച്ചർ വന്നു എങ്ങോട്ട്? ടീച്ചർ വന്നപ്പോൾ നമ്മൾ എഴുതി നിന്റെ വീട്ടിൽ. ടീച്ചർ കേം നിന്റെ വീട്ടിൽ. ടു നിന്റെ. യുവർ നിന്റെ. നിന്റെ എന്ന് പറയാൻ നമുക്ക് യുവർ തന്നെയാണ് വേണ്ടത്. ടു യുവർ വീട്ടിൽ. ഹൗസ്. ക്ലിയർ ആയോ? Where you studying when teacher came to your house? എങ്ങനെയാണ് നമ്മൾ എഴുതിയത്?
നീ പഠിക്കുമായിരുന്നോ എന്നെഴുതി. ആയിരുന്നോ. വെയർ യു സ്റ്റഡിയിങ് വെൻ ടീച്ചർ കെയിം ടു യുവർ ഹൗസ്. ഇവിടെ നമുക്ക് വെൻ ദ ടീച്ചർ എഴുതാം. വെൻ ദ ടീച്ചർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നിങ്ങൾ നമ്മുടെ ആർട്ടിക്കിളിന്റെ ക്ലാസ് കേൾക്കുക. എന്തുകൊണ്ട് ഞാനിവിടെ ദാ കൊടുത്തു? നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരിക്കും കാണാൻ വേണ്ടി വരിക. അപ്പൊ ആ ടീച്ചറിനെ എനിക്കറിയാം, ഞാൻ പറയുന്ന മറ്റേ ആൾക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പറയാം വെൻ ദ ടീച്ചർ കെയിം ടു യുവർ ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആർട്ടിക്കിൾസിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. വെൻ ദ ടീച്ചർ കെയിം ടു യുവർ ഹൗസ്. അപ്പൊ നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ ചോദിക്കൂ. എങ്ങനെ ചോദിക്കണം? ടീച്ചർ വന്നപ്പോൾ നീ പഠിക്കുമായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും? വെർ യു സ്റ്റഡിയിങ്. ഈ വെയർ നിങ്ങൾ ശ്രദ്ധിക്കണം. WHERE വെയർ അല്ല, WERE വെയർ ആണ്. എങ്ങനെ ചോദിക്കും? വെർ യു സ്റ്റഡിയിങ് വെൻ ദ ടീച്ചർ കെയിം ടു യുവർ ഹോം. എഗെയിൻ ഒന്നുകൂടെ ചോദിക്കൂ. യു സ്റ്റഡിയിങ് വെൻ ദ ടീച്ചർ ടു യുവർ ഹൗസ്. അപ്പോൾ ഹൗസിൽ വന്നപ്പോൾ നീ പഠിക്കുമായിരുന്നു. അപ്പൊ എന്റെ മറുപടി എങ്ങനെയാണ്? ഞാൻ പഠിക്കുമായിരുന്നില്ല. എങ്ങനെ പറയും? നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എങ്ങനെയാണ്? ഐ വാസിന്റ് സ്റ്റഡിയിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്താണ്? ഇത്രയും ദിവസങ്ങളിൽ പഠിച്ചൊരു ക്ലാസ് ആണ്. നമ്മളിപ്പോൾ ഒന്നും കൂടി എടുത്തു തന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് വളരെ ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ കുറെ സെന്റൻസുകൾ ഉണ്ടാക്കി നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് നമ്മളെ കളിയാക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് ഇതേപോലെ സെന്റൻസുകളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് സംസാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഇന്നലെ ഇട്ട ക്ലാസ് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.